പ്രിയമുള്ളവരെ, എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സ്നേഹാശംസകൾ. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ നല്ല നാളുകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. സമാധാനം എല്ലാ ഹൃദയങ്ങളും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് ഇടുക്കി ജില്ലയിലെ പെരിഞ്ചാംകുട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള സെൻറ് മേരീസ് ദേവാലയത്തിലെ അതിമനോഹരമായ ഒരു പുൽക്കൂടാണ്. എൻ്റെ സ്വന്തം ഇടവകയായ പെരിഞ്ചാംകുട്ടി ഇടവകയിലെ പുൽക്കൂടാണിത്. വളരെ മനോഹരമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പുൽക്കൂട്, വളരെയേറെ കൗതുകം തോന്നുന്ന രീതിയിൽ വളരെയേറെ സമയമെടുത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു പുൽക്കൂടാണിത്. ഒരു പ്രിയ സുഹൃത്ത്, ഈടുവാക്കാരനായ പ്രിയ സുഹൃത്ത് ബിനു വർഗീസ് പൂക്കക്കുടിയിൽ എന്ന യുവാവാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് ദേവാലയത്തിന് വേണ്ടി പുൽക്കൂടുകൾ നിർമ്മിക്കുകയും ഉയർപ്പ് കാലത്ത് അതിനുവേണ്ട ഉയർപ്പിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹമാണ്. മനോഹരമായ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ അദ്ദേഹത്തിന് ഫോട്ടോ ഞാൻ അവസാനം കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര കൗതുകകരമായിട്ട് നമ്മൾ വേറെ ഏതോ ലോകത്ത് നിൽക്കുന്ന ഒരു പ്രതീതി, അല്ലെങ്കിൽ സിനിമ സെറ്റിങ്ങിൽ സൈറ്റിൽ നിൽക്കുന്ന പോലൊരു പ്രതീതി നമുക്കുണ്ടാവും. സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടേക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതിമനോഹരമാണ്. അദ്ദേഹത്തെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നാട്ടുകാരുടെ എല്ലാവിധ ആശംസകളെ അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പ്രതിഫലേച്ഛയില്ലാതെ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് ചെയ്തു തരുന്നതാണ്. ഞങ്ങൾക്കത് തന്നെ അതുകൊണ്ട് തന്നെ ഓരോ വർഷം ഇത് പുൽക്കൂട് കാണാൻ വളരെ ആഗ്രഹമുണ്ടാവും. പുൽക്കൂട് കാണുവാനായിട്ടുള്ള ഒരു ആകാംക്ഷ ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. ഏത് രീതിയിലാണ് അദ്ദേഹം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് അവസാന നിമിഷമാണ് അറിയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും സ്നേഹമംഗളങ്ങൾ ആശംസിക്കുന്നു. അതോടൊപ്പം ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ക്രിസ്മസ് ആഘോഷിക്കാനോ പുൽക്കൂട് ഉണ്ടാക്കാനോ ഒരു നക്ഷത്രം സ്ഥാപിക്കാൻ പോലും, നക്ഷത്രം ഉണ്ടാക്കി തൂക്കാൻ പോലും അനുവദിക്കാത്ത സ്ഥലങ്ങൾ നമുക്കുണ്ട്. അവരെ ഓർത്ത് നമുക്ക് വേദനയുണ്ട്. ഒരു സ്കൂളുകൾക്ക് പോലും ഇന്ന് അവധിയില്ലാത്ത സ്ഥലങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും എന്തിനാണ് സ്വാതന്ത്ര്യം കിട്ടിയത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് ഇനിയും വ്യക്തമാക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അവരെ നമുക്ക് ചേർത്ത് നിർത്താം. അവരുടെ വേദനകളിൽ നമുക്ക് പങ്കുചേരാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടെ ആഹ്വാനം ചെയ്യുകയാണ്. അവർക്ക് വേണ്ടിയുള്ള ക്രിസ്മസ് ആശംസകളൊക്കെ നമുക്ക് അറിയിക്കണം. എന്തൊരു കഷ്ടമാണെന്ന് അവരുടെ കാര്യം എന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഏതായാലും അതാ ബിനുവിൻ്റെ ഫോട്ടോ കാണിക്കുന്ന ബിനുവാണ്. ഇതാണ് ബിനുവാണ് ഇട്ടത്. ഏറ്റവും നല്ല സുന്ദരനായ അതിമനോഹരമായ ഒരു പുൽക്കൂട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. വളരെയേറെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ക്രിസ്മസ് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.